ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നുള്ളത് നയാഗ്ര ഫോൾസിലാണ്. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നയാഗ്ര ഫോൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഫാമിലിയായിട്ട്, അതുപോലെ തന്നെ സിസ്റ്ററും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്. അന്നേരം ഞാൻ ഓർത്തെന്നാൽ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അത് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കാനഡയിൽ നിന്നുകൊണ്ടാണ് ഈ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന സ്ഥലം US-ൻ്റെ ബോർഡറാണ്. അവിടെ കാണുന്നത് US-ലെ ആളുകളാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ കയറാൻ പോകുന്ന ബോട്ടാണ് ഈ ബോട്ട് കേട്ടോ. ആ ബോട്ട് തിരികെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് കയറാൻ വേണ്ടി. അപ്പം നമ്മൾ ബോട്ടിന് ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്, ടിക്കറ്റ് എടുക്കാൻ. ഇപ്പോൾ ഇത് കണ്ടോ, ഈ കാണുന്നത് US-ലെ ആളുകൾ ബോട്ടിൽ കയറാൻ വേണ്ടി ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. ആ കാണുന്നത് US-ൻ്റെ ബോട്ടാണ് കേട്ടോ. അവരും ഞങ്ങളും തമ്മിൽ കളർ വ്യത്യാസത്തിലാണ് നമ്മുടെ റെയിൻകോട്ട് പോലത്തെ പ്ലാസ്റ്റിക് കോട്ട് കൊടുക്കുന്നത്. അവർക്ക് ബ്ലൂ കളർ കോട്ടും അതുപോലെ തന്നെ കാനഡക്കാർക്ക് ചുവപ്പ് കളർ കോട്ടുമാണ് നൽകുന്നത്. ബോട്ടിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞങ്ങളിനി ബോട്ടിൽ കയറാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഇത്. ബോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഡൽറ്റിന് $33, അതുപോലെ തന്നെ കിഡ്സിന് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പിള്ളേരെയാണ് അവർ കിഡ്സായിട്ട് കണക്കാക്കുന്നത്. അവർക്ക് $23 നമ്മൾ പേ ചെയ്തത്. അപ്പം ഞങ്ങൾ 3 അഡൽട്ട്സും അതുപോലെ തന്നെ ബാക്കി കുഞ്ഞുങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൽ കയറുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം. അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഇത്. ഈ കാണുന്നതാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേന് അവർ റെയിൻകോട്ട് തരും. ആ റെയിൻകോട്ടും ഇട്ടിട്ട് വേണം നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി. അങ്ങനെ എല്ലാവർക്കും കോട്ടൊക്കെ കിട്ടി. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് ബോട്ടിൽ കയറാൻ പോവുകയാണ്. ബോട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പം ബോട്ടിൻ്റെ മേൽത്തട്ടിൽ തന്നെ കയറി നിൽക്കുവാണ്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ മേൽത്തട്ടി കയറി നിന്നു. ഇനിയിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ ഒരു സൈഡിലെ വെള്ളച്ചാട്ടത്തിലേക്ക് അടുത്ത് ചെന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഭയങ്കരമായിട്ട് എറിച്ചിൽ പോലെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദേഹത്തെല്ലാം നമ്മൾ ഈ കോട്ടിട്ടിട്ട് കാര്യമില്ല. കാരണം കാറ്റുള്ളത് കൊണ്ട് ഇതെല്ലാം പറന്നു വരും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ദേഹത്തോട്ടും വെള്ളം വരും. മുന്നോട്ട് കുറച്ചുകൂടെ ഞങ്ങൾ ഇനി എൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. അന്നേരത്തേന് ചിലപ്പോൾ വീഡിയോ ക്ലിയർ ആകാതെ വരും. കാരണം നമ്മുടെ ക്യാമറയിലോട്ട് ഈ വെള്ളം തെറിക്കുമ്പോഴത്തേന് ചിലപ്പം കിട്ടാതെ വരുമായിരിക്കാം. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പം നോക്കുക, ഇതിപ്പോൾ ഒരു സൈഡിലെ വെള്ളച്ചാട്ടം ഇതാണ്. ഇനിയിപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേന് വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലും.
ഇതെന്ന് പറയുന്നത് നമ്മുടെ കാനഡയും അതുപോലെ തന്നെ US-ഉമായിട്ട് ജോയിൻ ചെയ്യുന്ന ബ്രിഡ്ജാണ് കേട്ടോ. ഇത് നല്ല വലിപ്പമുണ്ട് ഈ ബ്രിഡ്ജിൽ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ട് പോകുന്ന വഴിക്ക് ഒരാൾ ഒരു പക്ഷിയായിട്ട് നിൽക്കുന്നു കേട്ടോ. ഇതിന് നമ്മൾ പൈസ കൊടുക്കുവാണെങ്കിൽ നമുക്കും ഇതിനെ പിടിക്കാൻ പറ്റും. അങ്ങനെ ആരും ഇതുവരെയും പിടിച്ച് ഞാൻ കണ്ടില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേന് ഒരാൾ പാട്ട് പാടുന്നുണ്ട്. ഈ കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഞങ്ങളും ഇതേലൊന്ന് കയറി നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. നമുക്കല്ലാതെ നടന്ന് അപ്പുറം വഴി കയറി പോകാം, പക്ഷേ ഇതേ കയറാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ കയറി. അപ്പം ഇത് മുകളിലോട്ട് പോകുമ്പം ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ താഴോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഒരു വശത്തെ വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. Stop by any Niagara Falls Welcome Center or try to upgrade the Adventure Pass. Get behind the falls and watch the rapids rip by you. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മുകളിലോട്ട് വരികയാണ്. മുകളിലോട്ട് വന്നപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയ നേരം ഹോട്ടലിൽ കഴിക്കാൻ പോകാൻ വേണ്ടി ഇരിക്കുന്നു. അതിനുവേണ്ടി മുന്നോട്ട് നടക്കുകയാണ്. അപ്പം ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേനാണ് നമ്മുടെ ഒരു ബിൽഡിംഗ് ഇപ്പോൾ കണ്ടത്. അതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത് പോലെയാണ്. ആ ബിൽഡിംഗ് മറിഞ്ഞ് വീഴുന്ന ഒരു ഗോറില്ല അതിനെ മറിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിൽഡിംഗ് അത് ഉണ്ടാക്കി വെച്ചേക്കുക കേട്ടോ. അത് കണ്ടോ, ഗോറില്ല പിടിച്ചിട്ട് അതിനെ ചെരിക്കുന്നതായിട്ടാണ് നമ്മൾ ഫുള്ള് വ്യൂ ആയിട്ട് നോക്കുമ്പോഴത്തേന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേന് ഇത് കണ്ടോ, ഒരു വീട് തലകുത്തി പണിത് വെച്ചേക്കുകയാണ്. നമ്മൾ പൈസ കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഞങ്ങൾ കയറിയില്ല ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ, നമ്മുടെ ഒരു മലയാളി ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പം അത് കഴിഞ്ഞ് രാത്രിയിൽ നമുക്ക് ലൈറ്റ് ഷോയും അതുപോലെ തന്നെ ഫയർ വർക്കും ഉണ്ട്. അതുകൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ വലിയ ലോങ് വീഡിയോ ആയി പോകുമല്ലോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.